നമസ്കാരം സുഹൃത്തുക്കളെ, എം ഹാപ്പി ബിഎമ്മിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്നത് ഒരു ഡീപ് സീ ഫിഷിങ്ങിന്റെ വിശേഷങ്ങളായിട്ടാണ് അല്ലേ. അപ്പോൾ അരുണാണ് ഇന്നത്തെ ടീം ക്യാപ്റ്റൻ, അരുൺ സ്രാഗ്. ഓക്കെ, അപ്പോൾ നമ്മൾ കടലിലേക്ക് പോകാനുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ബോട്ടിന് വേണ്ടിയുള്ള വെയിറ്റിങ്ങിലാണല്ലേ. ഓക്കെ, ബോട്ട് ഇപ്പോൾ താമസിക്കാണ്ട് എത്തുമായിരിക്കും. അപ്പോൾ ബോട്ടിലെ വിശേഷങ്ങളെല്ലാം വളരെ താമസിയാതെ തന്നെ നിങ്ങളായിട്ട് പങ്കുവയ്ക്കുന്നതായിരിക്കും. സ്റ്റേ ട്യൂൺ. ഞങ്ങളങ്ങനെ സംസാരിച്ച് നിൽക്കുന്നതിനിടയിൽ നിമിഷ നേരം കൊണ്ട് ബോട്ട് എത്തുകയായി. അടുത്തപടി ഞങ്ങളെല്ലാവരും ബോട്ടിലേക്ക് കയറുകയായി. ബോട്ടിനകത്തോട്ട് കയറിയാൽ ഉടൻ തന്നെ ബോട്ടിലെ ജീവനക്കാർ ഞങ്ങൾക്ക് എല്ലാവർക്കും ധരിക്കാനുള്ള സേഫ്റ്റി ജാക്കറ്റ് ഞങ്ങളുടെ കയ്യിൽ തരികയായി. അതിൻ്റെ ഇടയിൽ ഞങ്ങളുടെ സെൽഫ് ഇൻട്രൊഡക്ഷനും അതിൻ്റെതായിട്ടുള്ള തമാശകളും നടന്നുകൊണ്ടിരുന്നു. செல்வன் ஃப்ரம் தமிழ்நாட்டில், ஆனால் இருக்கு எல்லாம் மும்பை என்னவால மும்பையில் வடகரை എടുത്ത ഫോട്ടോസിന്റെ ഭംഗി മൊബൈലിൽ നോക്കി ആസ്വദിക്കുന്നവരും അതുപോലെ എടുക്കാൻ പോകുന്ന വീഡിയോയ്ക്ക് വേണ്ടി പോസ് ചെയ്യുന്നവരും അതിനോട് കൊച്ചുവെളുപ്പംകാലത്തുള്ള ക്രീക്കിന്റെ വശ്യമായ ഭംഗി കൂടി നോക്കി ആസ്വദിക്കുന്നവർ നമ്മുടെ കൂട്ടത്തിലുണ്ടായിരുന്നു. ജോക്സ് എ പാർട്ട്, നമ്മുടെ ബോട്ട് പതിയെ മുന്നോട്ട് നീങ്ങാൻ തുടങ്ങി. നമ്മളുടെ മുന്നിൽ കാണുന്നതാകട്ടെ UAEയുടെ നാഷണൽ ഫ്ലാഗിന്റെ നിറങ്ങളിൽ കുളിച്ചു നിൽക്കുന്ന ഇൻഫിനിറ്റി ബ്രിഡ്ജ് അഥവാ ഷിൻഡക ബ്രിഡ്ജാണ് നമ്മളുടെ നേരെ മുന്നിൽ കാണുന്നത്. ഈ ഇൻഫിനിറ്റി ബ്രിഡ്ജിനോട് ചേർന്നുള്ള ചെക്ക് പോയിന്റിൽ നമ്മളുടെ വാലിഡ് ആയിട്ടുള്ള എമിറേറ്റ്സ് ID കാണിച്ച് പെർമിറ്റ് എടുത്ത ശേഷം മാത്രമാണ് നമുക്ക് കടലിലേക്ക് പോകുവാൻ സാധിക്കുക. ഓടുന്നതന്നെ വാങ്ങി. പാപ്പിനോട് നമ്മൾ പറയാണ്ട് തന്നെ ബോട്ട് കടലിൽ കൂടെ പറപ്പിച്ചാണ് വിട്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ നമ്മുടെ ആദ്യത്തെ മീൻ അടിച്ചിരിക്കുകയാണ്. ഗായ്സ്, അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് കടലിലാണ്. ഇതാ കാണാലോ അല്ലേ. അപ്പോൾ അതേ എല്ലാവരും ഫിഷിങ്ങിൽ ഭയങ്കര തിരക്കാണ്. കണ്ടില്ലേ, മീനിന്റെ അയ്യാറ് കളിയുടെ ഇവിടെ. അപ്പോൾ അതേ കണ്ടില്ലേ, പിടിച്ച മീനുകൾ ഇവിടെ ഉണ്ട്. അതുപോലെ അപ്പുറത്ത് അവിടുത്തെ പോക്കണല്ലോ അല്ലേ. അതുപോലെ അപ്പുറത്തൊരു ബോക്സിൽ ഇതുപോലെ മീൻ പിടിച്ചിട്ടുണ്ട്. ഇതേ അടുത്ത ലൈവ് ഇവിടെ മീൻ പിടിച്ച് പൊന്തിക്കൊണ്ടിരിക്കണു. അയ്യോ എവിടെ വരുന്നത് കണ്ടോ. ഏട്ടാവുന്നല്ലേ, അത് മേത്തോളെടുത്താ. ഓക്കെ ഓക്കെ ഫൈൻ. ആ ഫോട്ടോ ഓക്കെ ഓക്കെ. ഇത് കഴിയുമ്പോ പിടിച്ചിട്ട് ഇങ്ങനെ പിടിച്ചിട്ടെടുത്താൽ മതി. സാധനം ഉണ്ടിട്ടാ. പെയിൻ ഭയങ്കര. അപ്പോഴാണ് നമ്മുടെ ബോട്ടിന്റെ മുമ്പിലായിട്ട് നമ്മളൊരു ചാകര കാണുന്നത്. വേറെ ഒന്നല്ല, അവിടെ ഈ ബേർഡ്സ് എല്ലാം വന്നിട്ട് ഈ ഫിഷിനെ പിക്ക് ചെയ്യാനുള്ള ശ്രമം നടത്തുന്നുണ്ട്. അപ്പോൾ പെട്ടെന്ന് അങ്ങനെയാണ് ഞങ്ങൾക്ക് മനസ്സിലായത് അവിടെ ഒരു എന്താ പറയുക, ഒരു ചാകര തന്നെ ഉണ്ടെന്ന്. അതിൻ്റെ ദൃശ്യങ്ങളാണ് ഈ കാണുന്നത്. ബേർഡ്സ് എല്ലാം വന്ന് ഈ ചാകരയിൽ നിന്ന് എങ്ങനെയെങ്കിലും മീനെ പിക്ക് ചെയ്യാനുള്ള ശ്രമം നടത്തുന്നുണ്ട്. പക്ഷേ ഒന്നും കിട്ടണില്ല. കാരണം എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഇവിടെ ഉള്ളതെല്ലാം വലിയ മീനുകളാണെന്ന് തോന്നുന്നു. അതുകൊണ്ട് തന്നെ ഈ ബേർഡ്സിന് ഫിഷിനെ വെള്ളത്തിൽ നിന്ന് പിക്ക് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോഴാണ് അരുണിൻ്റെ ചൂണ്ടയിൽ 2 ഹമൂർ അടിച്ചത്. അതായത് ഒരു ചൂണ്ടയിൽ 2 ഹുക്സാണ് സാധാരണ ഇടാറ്. ആ 2 ഹുക്കിലും ഹമൂർ കയറി. അതായത് ഒരു ഹമൂർ ഏകദേശം 2-3 കിലോ വരുന്ന 2 ഹമൂറാണ് ഒരേ സമയം ഈ ചൂണ്ടയിൽ അടിച്ചത്. അതാ വന്നിരിക്കുകയാണ് നമ്മുടെ ഹമൂർ. നല്ല ഹെവിയാണ്. അങ്ങനെ നിൽക്കുമ്പോഴാണ് സിബിന്റെ ചൂണ്ടയിൽ ഒരു ബറാക്കൂഡ ഫിഷ് അടിച്ചത്. പിന്നെ അങ്ങോട്ട് മത്സ്യങ്ങളുടെ ഒരു ചാകര തന്നെയായിരുന്നു. പിന്നെ ശേരി വന്നു, ഏരി വന്നു, പേരറിയാൻ പാടില്ലാത്ത ഒട്ടനവധി മത്സ്യങ്ങൾ നമ്മളുടെ ചൂണ്ടയിൽ കുടുങ്ങാൻ തുടങ്ങി.
കണ്ട മക്കളെ, മീൻ കണ്ട. ഞങ്ങളാണെങ്കിൽ അതിനിടയ്ക്ക് ഈ ബോട്ടിനടിയിലെ കാഴ്ചകൾ എന്തെങ്കിലും കാണാൻ പറ്റുമോ, അല്ലെങ്കിൽ കടലിൽ എന്തെങ്കിലും കാണാനുണ്ടോ എന്നറിയാൻ വേണ്ടി ഞങ്ങൾ ഈ ചൂണ്ടയിടാൻ വെച്ചിരിക്കുന്ന വള്ളിയിൽ കെട്ടിയിട്ട് ഞങ്ങൾ ഈ ഗോപ്രോ ക്യാമറ നേരെ കടലിൻ്റെ അടിയിലേക്ക് ഇറക്കാനുണ്ടായത്. താഴേക്ക് പോകുന്നതോറും ഒരു നീല നിറം കട്ടി കൂടി വരുന്നതല്ലാതെ, അതായത് ഇരുട്ട് കൂടി വരുന്നതല്ലാതെ മറ്റൊന്നും ഞങ്ങൾക്ക് കാണാൻ കഴിഞ്ഞില്ല. അപ്പോൾ പിന്നെ ഞങ്ങളുടെ അബ്ദുള്ള ഭായിയാണ് പറഞ്ഞത്, ഒരുപാട് താഴേക്ക് പോകണ്ട, താഴെ വല്ല കോറലോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിൽ ക്യാമറ ഉടക്കാൻ സാധ്യതയുണ്ട്, അതുകൊണ്ട് റിസ്ക്കിന് നിൽക്കണ്ട, എത്രയും പെട്ടെന്ന് ക്യാമറ തിരിച്ചെടുത്തോളാം. ഗൈസ്, അപ്പോൾ നന്നായിട്ട് മീൻ കിട്ടാൻ തുടങ്ങിയിട്ടുണ്ട് നമുക്കപ്പോൾ. മീനൊക്കെ ഇങ്ങനെ പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. നല്ലൊരു ക്ലൈമറ്റ് കൂടിയാണ്. നമ്മുടെ കൂടെയുള്ള നമ്മുടെ ഫ്രാങ്ക് അഥവാ കപ്പിത്താൻ ആണ് ഇദ്ദേഹം. അപ്പോൾ അബ്ദുള്ള ഭായിയാണ് എന്ന് നമുക്ക് ഓരോ സ്പോട്ടുകളിലും മാറി മാറി കൊണ്ടുപോയി മീൻ പിടിക്കാം. ആദ്യം നമുക്ക് കുറച്ച് നേരം ആദ്യം കുറച്ച് മീൻ കിട്ടി, പിന്നെ കുറച്ച് നേരം കിട്ടിയില്ല. ഇപ്പോഴാണ് വീണ്ടും മീനുകളുടെ ചാകരയാണ് ഇപ്പോൾ. നമ്മൾ ഫിഷിങ് തുടങ്ങി കുറച്ച് നേരത്തേക്ക് ഫിഷൊക്കെ കിട്ടാനായിട്ട് ഒത്തിരി ഡിലേ എടുത്തു. ആ സമയത്ത് നമ്മളെക്കാൾ കൂടുതൽ ടെൻഷൻ നമ്മളുടെ അബ്ദുള്ള ഭായിക്കാണ്. കാരണം അബ്ദുള്ള ഭായി നമ്മളിൽ ഒരുവനായിട്ട് നമുക്ക് വേണ്ടി നിന്ന് ചൂണ്ടിയിടുന്ന ആളാണ്. മാത്രമല്ല അദ്ദേഹത്തിന് കിട്ടുന്ന ഫിഷും കൂടിയും അദ്ദേഹം നമുക്കാണ് തരുന്നത്. അത് മറ്റൊരു പറയേണ്ട ഒരു കാര്യമാണ്. മാത്രമല്ല മറ്റുള്ള ബോട്ട് ഡ്രൈവേഴ്സിനൊക്കെ വെച്ച് നോക്കുമ്പോൾ അവർ നമ്മൾക്ക് ഫിഷ് കിട്ടിയാലും ഇല്ലെങ്കിലും നേരെ കൊണ്ടുപോയി കടലിൽ കൊണ്ടുപോയിടും, ആ ടൈം ആകുമ്പോൾ എടുത്ത് വെച്ച് പോരും. പക്ഷേ അബ്ദുള്ള ഭായ് അങ്ങനെയല്ല. ആൾ നമുക്ക് വേണ്ടി നമ്മളിൽ ഒരുവനായിട്ട് കൂടെ നിന്ന് ഫിഷിങ് ചെയ്യുന്ന ഒരാളും കൂടിയാണ്. അപ്പോൾ അദ്ദേഹത്തിന് കിട്ടുന്ന മത്സ്യമൊക്കെ നമുക്ക് വേണ്ടി തന്നെയാണ് അദ്ദേഹം നമുക്ക് വേണ്ടി ഫിഷിങ് ചെയ്യുന്നത്. പിന്നെ അദ്ദേഹത്തിന് കൂടെ ഒരു സഹായിയുണ്ട്. അദ്ദേഹമാണ് നമുക്ക് വേണ്ടി ചൂണ്ടയിടാനുള്ള കുളത്തുകളിലെല്ലാം തീറ്റ നിറച്ച് തന്നുകൊണ്ടിരിക്കുന്നത്. എപ്പോഴെപ്പോഴും ഈ തീറ്റ മാറ്റിക്കൊണ്ടിരിക്കുന്നത് അദ്ദേഹമാണ്. ജസ്റ്റ് നമ്മൾ വെള്ളത്തിലിട്ട് തീറ്റ മീൻ എടുത്ത് പോയി തന്നെ ഇരിക്കട്ടെ, അപ്പോൾ തന്നെ അദ്ദേഹത്തിന് കൊടുത്ത് അദ്ദേഹം ഓൺ ദ സ്പോട്ടിൽ തന്നെ നമുക്ക് തീറ്റ കുളത്തിൽ തിരിച്ച് വീണ്ടും നമുക്ക് വെള്ളത്തിലിടാൻ പാകത്തിന് ചൂണ്ടയാക്കി തരും. അതൊക്കെ നമ്മളുടെ കൂടെ ആളുണ്ട്. പിന്നെ അബ്ദുള്ള ഭായിയുടെ മറ്റൊരു ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഫിഷ് ഉണ്ടോ ഇല്ലയോ എന്ന് അദ്ദേഹത്തിന് നന്നായിട്ട് അറിയാനും പറ്റും. അതുകൊണ്ട് തന്നെ അവിടെ ഫിഷ് ഇല്ലെങ്കിൽ തന്നെ മറ്റ് 4-5 സ്ഥലങ്ങളൊക്കെ മാറ്റിയിട്ട് നമുക്ക് ഫിഷിനെ കിട്ടാവുന്ന ഒരു രീതിയിൽ അദ്ദേഹം നമ്മളെ മാക്സിമം സപ്പോർട്ട് ചെയ്യുന്നുള്ളതാണ് ഈ ഒരു ബോട്ടിൻ്റെ പ്രത്യേകത. പിന്നെ പ്രൈസിൻ്റെ കാര്യത്തിലാണെങ്കിൽ, അതായത് ഫിഷിങ്ങിന് പോകുന്ന ഒരു സ്റ്റാൻഡേർഡ് ബോട്ട് എന്ന് പറയുന്നത് 8 പേർക്ക് കയറാവുന്നതാണ്. അപ്പോൾ 8 പേർക്ക് കയറാവുന്ന ഒരു സ്റ്റാൻഡേർഡ് ബോട്ടിൻ്റെ റെൻ്റ് എന്ന് പറയുന്നത് 1400, അതായത് 1400 ദിർഹംസ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് അതിൽ കൂടുതൽ ആളുകളുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് പറയാവുന്നതാണ്. അതനുസരിച്ചുള്ള ബോട്ട് നമ്മൾ അറേഞ്ച് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നതാണ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതുപോലെ ഫിഷിങ് കാര്യങ്ങളൊക്കെ താല്പര്യമുണ്ടെങ്കിൽ, എസ്പെഷ്യലി ഡീപ്പ് സീ ഫിഷിങ് താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷനിലുള്ള നമ്പറിലോ അല്ലെങ്കിൽ താഴെ കാണുന്ന നമ്പറിലോ നിങ്ങൾക്ക് ഞങ്ങളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് വേണ്ട ഫിഷിങ്ങിന് വേണ്ട സൗകര്യങ്ങളെല്ലാം ഞങ്ങൾ ഒരുക്കുന്നതായിരിക്കും. ഗൈസ്, അപ്പോൾ നമ്മളുടെ ഇന്നത്തെ ഡീപ്പ് സീ ഫിഷിംഗ് ഒക്കെ കഴിഞ്ഞ് നമ്മളിതാ തിരിച്ച് പോർട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഈ ഡീപ് സീ ഫിഷിങ്ങിൻ്റെ ബോട്ടിംഗ് ആരംഭിക്കുന്നത് ദേറയിൽ നിന്ന് ആയതുകൊണ്ട് തന്നെ നമുക്ക് പോകുന്ന വഴിയിൽ അബ്രയിലെ ബോട്ടിങ്ങും അതുപോലെ ആട്ടിയുടെ ബോട്ടിങ്ങും എല്ലാം നമുക്ക് കാണാവുന്നതാണ്. അതുപോലെ ഈ ക്രീക്കിൻ്റെ ഇരുവശങ്ങളിലുമായിട്ട് പാർക്ക് ചെയ്തിരിക്കുന്ന ഒട്ടനവധി ബോട്ടുകളുണ്ട്. ഇതെല്ലാം ഭംഗിയായിട്ട് നമുക്ക് കാണാം. അതുപോലെ ബർദുബായിയുടെയും എല്ലാം ഭംഗിയാർന്നിട്ടുള്ള പഴയ ബിൽഡിങ്ങുകളെല്ലാം നമുക്കിവിടെ കാണാം. സുഹൃത്തുക്കളെ, അങ്ങനെ ഞങ്ങളെല്ലാവരും ഈ ഡീപ് സീ ഫിഷിംഗ് ശരിക്കും എൻജോയ് ചെയ്തു എന്ന് വേണം പറയാനായിട്ട്. അതുപോലെ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഡീപ് സീ ഫിഷിംഗ് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വരും വരെ മാസ്സലാമ.